الأبواب تغلق. Doors closing. ഇന്ന് ലോകത്തിലെ ഷോപ്പിംഗ് മാളുകളുടെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ദുബായ് മാളിലേക്ക് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ മാളിൻ്റെ അകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയം, അണ്ടർ വാട്ടർ സൂ, ഐസ് റിങ്, വാട്ടർ ഫോൾസ്, വാട്ടർ ഫൗണ്ടൻ, എന്തിനു പറയണു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ബുർജ് ഖലീഫയും. ഒട്ടും സമയങ്ങളുണ്ടാ, നേരിട്ട് വീഡിയോയിലേക്ക്. ദുബായിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും തന്നെ മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാണ് ദുബായ് മാൾ. അപ്പോൾ നമ്മൾ മെട്രോ വഴിയാണ് ദുബായ് മാളിലേക്ക് പോകുന്നത്. ദുബായ് മാളൊക്കെ കാണാൻ വരുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മെട്രോ എടുത്ത് വരുന്നതായിട്ട് ഈസി. കാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ട്, എന്നാലും മെട്രോയിൽ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. എത്ര ട്രാഫിക്കും കാണുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നേരെ മെട്രോന്ന് ഡയറക്റ്റ് നമുക്ക് ദുബായ് മാളിൻ്റെ അകത്തേക്ക് ഉണ്ടാവും. 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. എക്സലേറ്ററും കാണാനൊക്കെ ഉള്ള കാരണം നമുക്ക് ഈസിയായിട്ട് വരാൻ പറ്റും. മാളിൻ്റെ എൻട്രൻസ് എത്തുന്നേക്കാളും മുമ്പ് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ലക്ഷറി ഷോപ്പുകളുടെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അവിടെ പെർഫ്യൂംസും അതുപോലെ തന്നെ ലക്ഷറി വാച്ചുകൾ, അങ്ങനത്തെ അതിന് മാത്രമുള്ള ഏരിയ. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലോക്കലായിട്ടുള്ള കുറേ കടകളും അവിടുത്തെ സൊവീനിയേഴ്സും കാണൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഒത്തിരി സമയം മൊത്തം അറബിക് സ്റ്റൈലിലാട്ടോ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കണേ. അങ്ങനെ നേരെ ദുബായ് മാളിൻ്റെ ഈ എൻട്രൻസിൽ നമുക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്നാണ് മാളിൻ്റെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യണത്. 2 സൈഡിലും ലക്ഷറി ഷോപ്പുകളാണ്. ഇന്ന് വേൾഡിൽ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള ബ്രാൻഡഡ് ഐറ്റംസും നമുക്കിവിടെ കിട്ടും. 4 ഫ്ലോറിലായിട്ടാണ് ഈ ദുബായ് മാൾ ഇരിക്കണത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ 12 മില്യൺ സ്ക്വയർ ഫീറ്റിലാട്ടോ ഈ മാളിരിക്കണേ. 20 ബില്യൺ US$ മൊത്തം കോസ്റ്റ് വരുന്നത്. ഡൗൺ ടൗൺ ദുബായ് എന്നറിയപ്പെടുന്ന ഒരു കോംപ്ലക്സിനോട് ചേർന്നാണ് ഈ ദുബായ് മാൾ പ്രവർത്തിക്കുന്നത്. 1200 ഷോപ്പുകളും ഏകദേശം ഒരു 54 മില്യൺ വിസിറ്റേഴ്സാണ് ഓരോ വർഷവും ഇവിടെ വന്നു പോകണം കേട്ടോ. അതുകൊണ്ട് അത്ര ഫേമസ് ആയ ഒരു സംഭവമാണ് ഈ ദുബായ് മാൾ. ഇനി അവിടെ നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ആദ്യം വന്നത് ദുബായ് അക്വേറിയം. ഇത് പുറത്തു നിന്നും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്ത് അണ്ടർ വാട്ടർ സൂ ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് സമയമൊന്നുമില്ലാത്ത കാരണം പുറത്തുനിന്ന് മാത്രമേ കാണുള്ളൂ. ഇത് നമുക്ക് ഫ്രീ ആണ്. എത്ര തരത്തിലുള്ള മീനുകളൊക്കെ നോക്കി, എൻ്റെ പൊന്നോ. നമ്മൾ പലതരത്തിലുള്ള അക്വേറിയം കണ്ടെങ്കിലും ഇത് കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ അക്വേറിയം തന്നെ കേട്ടോ. കുറച്ച് ടൈം അക്വേറിയത്തിനോട് സ്പെൻഡ് ചെയ്ത് നമ്മളിനി അടുത്തൊരു കാഴ്ചയിലേക്ക് പോകട്ടോ. പോകുന്ന വഴിക്കില്ലേ ഒത്തിരി ഫുഡ് കോർട്ടുകൾ, സ്വീറ്റ്സ് ഷോപ്പുകൾ, ഐസ്ക്രീം പാർലറുകൾ, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ടോ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വാട്ടർഫോൾസ് പോലത്തെ സംഭവം. അത് ദുബായിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്നുകൊണ്ട് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. November 4 ഈ മാൾ ഓപ്പൺ ആവണേ. ഏകദേശം 16 വർഷത്തിൽ കൂടുതലായി. എന്നാൽ ആ മാളിൻ്റെ ഒരു ബ്യൂട്ടി നോക്കി, തിളങ്ങാലെ നോക്കി കിടന്ന്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഐസ് റിങ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കേട്ടോ. ഇതിൻ്റെ അത് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്, എന്നാലും ഇത് കണ്ടിരിക്കേണ്ടതായ ഒരു സംഗതി തന്നെയാണ്. പിള്ളേർക്ക് ട്രെയിൻ ചെയ്യും, എല്ലാം കൊണ്ടും ഒരു അടിപൊളി കേട്ടോ. അവിടെയും ഞാൻ കുറച്ചു നേരം പിള്ളേരുടെ കളികളൊക്കെ കണ്ട് നോക്കി നിന്നു. മാളിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു ലേക്കാണ്. 30 ഏക്കറിലുള്ള കൃത്രിമ ലേക്കാട്ടത്. ഡൗൺ ദുബായിയുടെ അവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു ലേക്കാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബുർജ് ഖലീഫയുള്ള വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിങ്.
ഏറ്റവും കൂടുതൽ നിലകളുള്ള ബിൽഡിങ്ങും ബുർജ് ഖലീഫ തന്നെയാണ്. രാത്രി കാണാൻ എന്തൊരു ഭംഗി എന്നറിയാമോ. എവരി 30 മിനിറ്റ്സിലും വാട്ടർ ഫൗണ്ടൻ ഷോ ഉണ്ട്. അത് കാണാനുള്ള ആൾക്കാരെ തിക്കും തിരക്കോടെ നമ്മൾ പോയി കാണണേ. ഇന്ന് കണ്ടിരിക്കേണ്ടതായ ഒരു കിടലും വാട്ടർ ഫൗണ്ടനാണ് ഇത്. വേൾഡിൽ ഇതാണ് ഏറ്റവും വലിയൊരു ഫൗണ്ടൻ. എന്നാൽ പിന്നെ നമുക്ക് ഇനി വാട്ടർ ഫൗണ്ടൻ്റെ ആ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ കാണുന്നതിലും ഭംഗിയുടെ നേരിട്ട് കാണാനായിട്ട് പാട്ടിൻ്റെ ഒപ്പം നൃത്തം ചെയ്യണ വാട്ടർ ഫൗണ്ടൻ നോക്കി എന്താ ഒരു ഭംഗി എന്ന് അറിയാമോ. 800 മില്യൺ UAE ദിറംസ് കേട്ടോ ഇതിൻ്റെ ചിലവ് വന്നിരുന്നത്. എന്താ ഒരു രസം നോക്കിയല്ലേ. അതുപോലെ തന്നെ ഈ ബുർജ് ഖലീഫ ലേക്കിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു സ്പെഷ്യൽ കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വാട്ടർ ഫൗണ്ടൻ ഷോയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ബുർജ് ഖലീഫയുടെ അകത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.